നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ വിവാദ താരം വ്ളോഗർ തൊപ്പി എന്ന നിഹാദിന് സൈബർ ലോകത്തെ കളി കാര്യമായതോടെ ഒടുവിൽ പോലീസിന്റെ വക 8ന്റെ പണി കിട്ടി. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യമായി പ്രചരിപ്പിച്ച സംഭവത്തിൽ തൊപ്പിക്കെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തു. IT നിയമത്തിലെ ശക്തമായ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം വലിയ കുരുക്കുകളില്ലാതെ തൊപ്പിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെങ്കിലും വരും ദിവസങ്ങളിൽ കൃത്യമായ വിചാരണയിലൂടെ 3 വർഷം വരെ കഠിന തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ തൊപ്പിക്കെതിരെ വല വിരിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയതിന് പിന്നാലെയാണ് പ്രതികാര ബുദ്ധിയോടെ ഒപ്പമുണ്ടായിരുന്നവരുടെ നഗ്ന വീഡിയോ തൊപ്പി തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ടത്. ദിവസങ്ങളോളം ഇരുപക്ഷവും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് കടുത്ത ആരോപണങ്ങളുമായി ലൈവ് വീഡിയോകൾ ചെയ്തിരുന്നു. ഇതിന്റെ ഒടുവിലത്തെ ക്ലൈമാക്സ് എന്നോണമാണ് സൈബർ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തൊപ്പി ഈ അശ്ലീല ദൃശ്യങ്ങൾ തന്റെ പേജുകളിലൂടെ കുപ്രചാരണത്തിനായി ഉപയോഗിച്ചത്. തന്റെ വീട്ടിൽ സുഹൃത്തുക്കൾ ലഹരിമരുന്ന് കയറ്റിവെച്ചു എന്ന ഗുരുതരമായ ആരോപണം ആദ്യം ഉന്നയിച്ചത് തൊപ്പിയായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ തൊപ്പി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും പണം നൽകി ഈ സംഭവങ്ങളെല്ലാം സ്വാധീനമുള്ളവരെ വെച്ച് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും സുഹൃത്തായ ഷമീർ പരസ്യമായി ആരോപിച്ചു. പഴയ കാര്യമാണെങ്കിലും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തൊപ്പിക്ക് രക്ഷപ്പെടാനാകുമോ എന്നാണ് ഷമീർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. തൊപ്പിയുടെ മുറിയിൽ നിന്നും കഞ്ചാവ് പുറത്തെടുക്കുന്ന വീഡിയോയും ഇവർ പുറത്തുവിട്ടിരുന്നു. തൊപ്പിക്കെതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി മമ്മു എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷമീർ പിന്നീട് രംഗത്ത് വന്നിരുന്നു. തൊപ്പിയുടെ അടിവസ്ത്രങ്ങൾ വരെ തങ്ങൾ അലക്കിയിരുന്നുവെന്നും അവൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇരുവരും വെളിപ്പെടുത്തിയിരുന്നു. ഈ സംഘത്തിന്റെ പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളും ചെളിവാരിയെറിയലും സോഷ്യൽ മീഡിയയിലെ സകല പരിധികളും ലംഘിച്ചതോടെയാണ് വിഷയം കോടതിയിലേക്കും പോലീസിന്റെ മുന്നിലേക്കും എത്തിയത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവരുടെ അശ്ലീല ലൈവ് ഷോകൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. യൂട്യൂബ് ലൈവിലൂടെ ബ്ലർ ചെയ്ത രീതിയിൽ സ്വയംഭോഗം വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളെ വലിയ തോതിൽ മലിനമാക്കിയെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് പെരുമന ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ത്രീകളെ പോലും അങ്ങേയറ്റം അശ്ലീലമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ലൈവിലൂടെ പരസ്യമായി പങ്കുവച്ചതും പോലീസിന് നൽകിയ പരാതിയിലുണ്ട്. അശ്ലീല ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിനും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലഹരി ഉപയോഗത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ നിർമ്മിച്ചതിനും തൊപ്പിക്കെതിരെ പോലീസ് നേരത്തെ തന്നെ രഹസ്യമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ തൊപ്പിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പേജുകളിൽ നിന്ന് ഈ നഗ്ന വീഡിയോ പോസ്റ്റ് ചെയ്തതിന് കൃത്യമായ തെളിവുകൾ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ സ്വകാര്യതയും അന്തസ്സിനെയും ഹനിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് IT നിയമം 66 പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വകുപ്പുകൾ പ്രകാരം 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പായതിനാൽ തൽക്കാലം തൊപ്പിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ലെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ കാര്യങ്ങൾ പന്തിയല്ലാതാകും. സോഷ്യൽ മീഡിയയിലൂടെ പണവും പ്രശസ്തിയും നേടാൻ എന്തും ചെയ്യാവുന്ന വ്ളോഗർമാരുടെ ധാരണയ്ക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഈ പോലീസ് നടപടി. ലൈവുകളിൽ വന്ന അശ്ലീല തെറികൾ പറയുന്നതും ലഹരിയെ മഹത്വവൽക്കരിക്കുന്നത് തമാശയായി കാണുന്ന പുതിയ തലമുറയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കേസ്. തൊപ്പിയെപ്പോലെയുള്ള വ്ളോഗർമാരെ അന്ധമായി അനുകരിക്കുന്ന ആയിരക്കണക്കിന് കൗമാരക്കാർ കേരളത്തിലുണ്ടെന്നത് പോലീസിനെയും ആശങ്കപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ ശക്തമായ ഡിജിറ്റൽ തെളിവുകളോടെ കുറ്റപത്രം സമർപ്പിക്കാനാണ് സൈബർ പോലീസ് നീക്കം നടത്തുന്നത്. കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം തൊപ്പിക്ക് വിനയാകും. സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോകൾ ഡിലീറ്റ് ചെയ്താലും പോലീസിന്റെ പക്കൽ ഇതിന്റെ ഒറിജിനൽ ലിങ്കുകളും സ്ക്രീൻ റെക്കോർഡിങ്ങുകളും കൃത്യമായി തെളിവുകളായി സൂക്ഷിച്ചിട്ടുണ്ട്.